കോൺഗ്രസ് നന്നായി ഗൃഹപാഠം പഠിച്ച് ബൂത്തുകളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ, ഞാൻ നേരത്തെ താങ്കളോട് ഉന്നയിച്ച ചോദ്യം, ഇതിപ്പോൾ ദേശീയ തലത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യ ശത്രു എന്നത് BJP ആണ്. അതേസമയം കേരളത്തിലേക്ക് എത്തുമ്പോൾ പോലും പ്രധാനപ്പെട്ട എതിരാളിയെ BJP ആയി കാണേണ്ടി വരുന്നുണ്ട് എന്ന് തന്നെയാണ് നേരത്തെ വസന്ത് പറഞ്ഞതിൽ നിന്നടക്കം എനിക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ ശ്രീകുമാർ സാർ പറയുന്നുണ്ട് ഇത് മിഡിൽ കേരള എന്ന നിലയിലാണ് തൃശ്ശൂർ തെരഞ്ഞെടുത്തത്. നേരത്തെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ മഹിളകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടന്നിരുന്നു, അതുകൊണ്ടാണ് എറണാകുളം മാറ്റിയെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ അതിന് രാഷ്ട്രീയമായി മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് എന്ന് പല കോണുകളിൽ നിന്നുമുള്ളവർ നിരീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ബി ടീമിലേക്ക് പോകുന്നുണ്ട്, എതിരാളികളുടെ ബി ടീമിലേക്ക് ഇടതുപക്ഷം മാറുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. ഇല്ല, അങ്ങനെ ഒരു നിരീക്ഷണം വസന്ത് നടത്തിയതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യ മത്സരം നടക്കുന്നത് LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. അതിനകത്ത് ഒരു സാന്ദർഭികമായി ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നതിന്റെ ഭാഗമായി, അതും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് തൃശ്ശൂരിലെ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു യോഗമല്ല. ഒരു കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഒട്ടാകെയുള്ള ബൂത്ത് പ്രസിഡന്റുമാരുടെ ഒരു യോഗം തൃശ്ശൂരിൽ വെച്ച് ചേരുന്നു എന്നേ ഉള്ളൂ. അതിനൊരു തൃശ്ശൂർ എന്ന സ്ഥലത്തിന് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ BJP വിജയ സാധ്യത ഏറെ നിൽക്കുന്ന ഒരു സ്ഥലം, അതുകൊണ്ട് അവിടെ വെച്ച് മറ്റു പാർട്ടികൾ അത്തരത്തിൽ പരിപാടികൾ നടത്തുന്നു എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ കാണേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. അത് തിരുവനന്തപുരത്താകാമായിരുന്നു, എറണാകുളത്താകാമായിരുന്നു, അത് സാന്ദർഭികവശാൽ തൃശ്ശൂർ ആയിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ BJP എന്തോ വലിയൊരു ശക്തിയായി മാറാൻ പോകുന്നു, സുരേഷ് ഗോപി കേരളത്തിലെ BJP-യുടെ ഒരു അക്കൗണ്ട് തുറക്കാൻ പോകുന്നു. സുരേഷ് ഗോപി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നേരത്തെ ശ്രീകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം നിലനിന്നപ്പോ ഒരു താരപരിവേഷത്തോടു കൂടി മത്സരിക്കാനായി വരുമ്പോ ഒരുപക്ഷെ കോടീശ്വരൻ പരിപാടിയൊക്കെ കണ്ട് അദ്ദേഹം ആളുകളെ അകമഴിഞ്ഞ് സഹായിക്കുന്നു എന്നാണ് നമ്മുടെ ഈ പൊതു സിനിമകൾ ഉണ്ടാക്കി വെച്ച ഒരു ദാർശനികമായ ഒരു പ്രശ്നമാണ്. പൊളിറ്റീഷ്യന്മാരെല്ലാം വലിയ പ്രശ്നക്കാരും ഇത്തരത്തിൽ സാമൂഹ്യ സേവനം നടത്തുന്ന സിനിമാക്കാരും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ളതുപോലെ ഇവർ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോൾ ഒരിടത്ത് അൽഫോൺസ് കണ്ണന്താനം വരുന്നു, ഒരിടത്ത് സുരേഷ് ഗോപി വരുന്നു. ഇവരെല്ലാം സമൂഹത്തിലെ വലിയ ബിംബങ്ങളായി നിൽക്കുന്നു, എന്നാൽ ഈ പൊതു രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരൊക്കെ പ്രശ്നക്കാരാണെന്ന് തോന്നിപ്പിക്കുന്നു. അങ്ങനെ ഒരു ട്രെൻഡിന്റെ ഭാഗമായി പെട്ടെന്ന് വന്നപ്പോ ഉണ്ടായ ഒരു ബഹളമാണ്. അതിനപ്പുറത്തേക്ക് ഇന്ന് സുരേഷ് ഗോപി നിൽക്കുന്നത് ഒരു പ്യുവർ പൊളിറ്റീഷ്യൻ ആയിട്ടാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് നിലവിൽ. അദ്ദേഹം സിനിമയിൽ നിന്ന് മാറി ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം പൂർണ്ണമായ ഒരു പരാജയമാണെന്ന് കേരള സമൂഹം വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പലയിടത്ത് നടത്തുന്ന സംഭാഷണങ്ങൾ അവിടെ പാളിപ്പോകുന്നത്, രാഷ്ട്രീയമായ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ പാളിപ്പോകുന്നത്, അദ്ദേഹത്തിന് പൊളിറ്റിക്കലി കേരള ജനതയോട് ഒരു വർത്തമാനം പറയാൻ കഴിയാത്തത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു തൃശ്ശൂരിൽ എന്തോ ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. നമ്മുടെ മുന്നിൽ അദ്ദേഹം കേരളത്തിൽ നിന്നൊരു രാജ്യസഭാ അംഗമാണ്. കേരളത്തിന് അർഹമായി കിട്ടേണ്ട, ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ പരിപാടിയുടെ, കോൺഗ്രസിന്റെ പരിപാടിയുടെ ഒരു വലിയ പ്രത്യേകത, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നത് വളരെ പ്രത്യക്ഷമായ ഒരു ക്ലാരിറ്റിയോടുകൂടി ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ ശത്രു ആരാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഘട്ടം ഇന്നാണ് ദൃശ്യമാകുന്നത്. ഇത്രയും നാൾ അവിടെയും ഇവിടെയും ചെറിയ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചുകൂടി വ്യക്തമായി ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടി നടത്താൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടെന്നാണ്. മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയെ അഡ്രസ് ചെയ്തുകൊണ്ട്, ഫെഡറലിസത്തെ തകർക്കുന്ന നയങ്ങൾ, നേരത്തെ ഇവിടെ പ്രിന്റ് ചോദിക്കുന്നത് ഫെഡറലിസത്തെ എന്താണ് തകർക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കൺമുന്നിൽ തന്നെ ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ കേന്ദ്ര ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തത് കൊണ്ട് ഇങ്ങനെ പിടിച്ചു കെട്ടി കഴുത്തിനിങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു കാഴ്ച ദിനംപ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. GST വിഹിതം അടക്കം കൊടുക്കാതിരിക്കുന്ന, തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിൽ വലിയ സമരങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാകുന്നു. ഈ ആൾക്കൂട്ടത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഇപ്പോ 10,000 പേര് പങ്കെടുക്കുന്നു, 1,00,000 പേര് പങ്കെടുക്കുന്നു. ഏതൊരു അഡ്രസ് ചെയ്തിട്ടില്ല കോൺഗ്രസ് എന്നൊക്കെ പറയാൻ സാധിക്കുമോ ശ്രീ രാഹുൽ? കാരണം രാഹുൽ ഗാന്ധിയെ പോലെ ഈ കേന്ദ്ര സർക്കാരിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നേതാവല്ലേ രാഹുൽ ഗാന്ധി? എത്രയോ തവണ നിരന്തരമായി വിമർശിക്കുന്നു. ഒരു പക്ഷെ കേരളത്തിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യം പോലുമല്ല. കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നതുകൊണ്ട് കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും വിമർശിക്കേണ്ടി വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്രത്തെയും വിമർശിക്കേണ്ടി വരുന്നുണ്ട്. അതല്ലേ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിൽ പ്രാധാന്യം നൽകുന്നത് കേരളത്തിന്റെ വിമർശനത്തിനായിരിക്കും, അത് സ്വാഭാവികമല്ലേ? അതെ, കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഒരു പ്രശ്നം, കേരളത്തിലെ കോൺഗ്രസ് പലപ്പോഴും അത് ഒരു ദേശീയമായി പലപ്പോഴും സംസാരിക്കേണ്ട ഘട്ടങ്ങളിൽ ഇടതുപക്ഷത്തെ അടിക്കാൻ ഒരു വടി കൂടെ കിട്ടിയാൽ അതുകൂടി അടിച്ചിട്ട് പോകാമെന്നൊരു സമീപനം പലപ്പോഴും സ്വീകരിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ കോൺഗ്രസിനെതിരെ CPM കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
അല്ല, ഇപ്പോ ഒരു ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി ഇപ്പൊ കേരളത്തിന്റെ GST അടക്കമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഗവർണർ കേരളത്തോട് കാണിക്കുന്ന സമീപനങ്ങൾ, ഇത്തരം വിഷയങ്ങളിൽ കുറച്ചുകൂടെ വ്യക്തമായ ഒരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. വ്യക്തമായ സമീപനം ഏറ്റവും ആദ്യം സ്വീകരിച്ചത് കോൺഗ്രസ് ആണ് എന്ന് താങ്കൾക്ക് കുറച്ചുകൂടി പിന്നിലേക്ക് പോയാൽ മനസ്സിലാകും. ഈ ഗവർണർ കേരളത്തിൽ എത്തിയപ്പോൾ മുതൽ കോൺഗ്രസ് വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ വിമർശനം വളരെ എന്താണ്, അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ രീതിയിൽ നിൽക്കുന്ന വിമർശനമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ നമുക്കറിയാം എവിടെയാണ് ഒരു രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്നത്. അത് ആരെയും പരിക്കേൽപ്പിക്കാതെയുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റ് അടക്കം നടത്തുന്ന അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും ഒക്കെ നടത്തുന്ന വളരെ പ്രത്യക്ഷമായ പ്രസ്താവനകൾ. എന്നാൽ കോൺഗ്രസിന് ഒരു സംഘടനാ രൂപത്തിൽ ഒരേ അഭിപ്രായം താഴേക്ക് വരുന്ന ഒരു പ്രശ്നം നമുക്ക് താഴേക്ക് കിട്ടുന്നില്ല. അയോധ്യയുടെ വിഷയത്തിലടക്കം നമ്മൾ കണ്ടത് അതാണ്. ഒരു വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കാൻ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രഖ്യാപിച്ചില്ലേ ശ്രീ രാഹുൽ? അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. അയോധ്യയിൽ അതിലേക്ക് വ്യക്തിപരമായി വേണമെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ വിശ്വാസികൾ നിരവധിയുള്ള ഒരു പാർട്ടി കൂടിയാണ്. അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ നയം പ്രഖ്യാപിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ അതാണ് രാഷ്ട്രീയ നയം. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസികളുടെ ഇടമാണത്. സ്വാഭാവികമായും ഭൗതിക പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇടതുപക്ഷം. സ്വാഭാവികമായി ഇനിയിപ്പോൾ എവിടെ ക്ഷേത്രത്തിന്റെ എന്ത് പരിപാടിയിലേക്ക് ക്ഷണിച്ചാലും പോകേണ്ടതില്ല എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ കോൺഗ്രസിന് അങ്ങനെ നിസ്സാരമായി അതൊക്കെ പറഞ്ഞു പോകാൻ സാധിക്കുമോ? അല്ല, ഇടതുപക്ഷം അവിശ്വാസികളുടെ ഇടമാണെന്നുള്ള ഒരു പ്രഖ്യാപനം ശരിയായ ഒരു പ്രഖ്യാപനമല്ല. അല്ല, അവിശ്വാസികളുടെ ഇടം എന്ന് പറഞ്ഞാൽ ഭൗതിക പ്രത്യയശാസ്ത്രം എന്നുള്ളതാണല്ലോ CPM അടക്കം അല്ലെങ്കിൽ മാക്സിം എംഗൽസും ഒക്കെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാനും എന്നാൽ രാഷ്ട്രീയത്തിൽ മതം കലരുമ്പോൾ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാനുള്ള ബാധ്യത കോൺഗ്രസിനുണ്ട്. ഇപ്പൊ നെഹ്റുവിനെ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഖാർഗെയുടെ ഇന്നത്തെ പ്രസംഗം വരുന്നത്. അവിടെ നെഹ്റുവിന്റെ എന്തായിരുന്നു നെഹ്റിയൻ സോഷ്യലിസം എന്നുള്ളത്, നെഹ്റു ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. ഇപ്പൊ രാഷ്ട്രീയത്തിലേക്ക് മതം കലരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട കോൺഗ്രസ് പലപ്പോഴും അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഒരു പ്രത്യേകത വളരെ വ്യക്തമായി കുറെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പൊതുവിൽ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വലിയ രാഷ്ട്രീയ മുദ്രാവാക്യം ഈ ക്യാമ്പയിന്റെ ഭാഗമായി ഇവിടെ നിന്ന് തുടങ്ങുന്നു. അതിനെ പറ്റിയ ഇടം കേരളമാണ്. കേരളം അതിന്റെ ഒരു വലിയ ബദലായി അങ്ങനെയാകുമ്പോൾ പോലും അത് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ അങ്ങനെ ഒരു തുടക്കം കുറിക്കുമ്പോൾ പോലും അതിന്റെ നേട്ടം കോൺഗ്രസിനല്ലേ ലഭിക്കാൻ പോകുന്നത് കേരളത്തിൽ? അപ്പോഴും അത് തിരിച്ചടിയാകാൻ പോകുന്നത് ഇടതുപക്ഷത്തിനല്ലേ? ഇല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ ബൂത്ത് പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അതിന്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ ആരംഭിച്ചു ഒന്നാണ്. അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എല്ലാ ബൂത്തിലെയും ആളുകളെ ഒരിടത്തേക്ക് കൊണ്ടുവന്ന ഒരു വലിയ മഹാറാലി നടത്തേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തന ശൈലിയല്ല ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലുടനീളം ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഓരോ കേന്ദ്രങ്ങളിലും എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ ഒരു ഇലക്ഷൻ വരുമ്പോ ഒരിടത്ത് നരേന്ദ്രമോദി ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കും, ഇപ്പുറത്ത് കോൺഗ്രസ് ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുന്നു. ഈ ആൾക്കൂട്ടങ്ങളൊന്നും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കൂട്ടങ്ങളെല്ലാം ഏതെങ്കിലും ഒരു വഴി തെളിക്കുമ്പോൾ അതിനോടൊപ്പം ഒലിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് ഈ ആൾക്കൂട്ടങ്ങൾ കണ്ടൊന്നും നമ്മൾ ഒന്നിനെയും വിലയിരുത്തേണ്ട കാര്യമില്ല. നവകേരള സദസ് ഇതിന്റെ ഭാഗമായി ഉണ്ടായ ആൾക്കൂട്ടങ്ങളുണ്ടല്ലോ, ഓരോ മണ്ഡലത്തിലും ഉണ്ടായ ആൾക്കൂട്ടങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ ആൾക്കൂട്ടങ്ങളല്ല, മറിച്ച് ഏത് തരത്തിൽ ഇടതുപക്ഷവും നേട്ടമായി കാണേണ്ടതില്ല. അല്ല, ആൾക്കൂട്ടം എന്നുള്ളത് ഒരിക്കലും ഒരു നേട്ടമല്ല. ആൾക്കൂട്ടം നമ്മുടെ ഒരു താൽക്കാലികമായി നമുക്കൊരു കാര്യം പറയാനുള്ളത് അല്ലെങ്കിൽ നമുക്കൊരു ആളുകളെ വിളിച്ചു കൂട്ടാനുള്ള ഒരു രൂപം മാത്രമാണ്. പക്ഷെ ആൾക്കൂട്ടങ്ങൾ കണ്ട് ആരും ഭയക്കേണ്ടതില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ BJPയുടെ പരിപാടി നടക്കുമ്പോൾ നരേന്ദ്രമോദി വരുമ്പോൾ കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ മൈതാനി മുഴുവൻ നിറയുന്നുണ്ട് എന്നുള്ളതൊന്നും ഒന്നിന്റെയും ലക്ഷണമല്ല. ഏറ്റവും റൂട്ടിൽ എനിക്ക് തോന്നുന്നു ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ബൂത്ത് തല പ്രവർത്തനങ്ങൾ, ഏറ്റവും റൂട്ടിൽ വീട് കയറിയുള്ള പ്രവർത്തനങ്ങൾ, റൂട്ടിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ. അവിടെയാണ് ഈ പ്രവർത്തനം നടക്കേണ്ടത്. ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ ബലത്തിലല്ല ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതെന്നുള്ളതാണ്.